ഈ നാടൻ മുട്ടനെ നമ്മൾക്ക് ജാപ്പനീസ് മുട്ടയാക്കാൻ പറ്റും, ബ്ലർ ചെയ്യാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, എഫക്ട്സ് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് വീഡിയോയിൽ കാണുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും ഈസി ആയിട്ട് നമ്മൾക്ക് ഇനി മുതൽ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ട്രാക്ക് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം കുറെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് വലിയൊരു പണിയാണെന്ന്. അങ്ങനെയുള്ള ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തോ. കാരണം ഇനി മുതൽ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനെയും ഇതുപോലെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഡ്രാഗ് ചെയ്തിട്ടാണെങ്കിലും സെലക്ട് ചെയ്തിട്ടാണെങ്കിലും ഈവൻ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് പോലും സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്ര വലിയ ട്രാഫിക്കിൽ കാറുകളിനെ മാത്രം ഞാൻ ട്രാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതെങ്ങനെയെന്നല്ലേ, നമ്മൾ ഓൾറെഡി മെറ്റയുടെ സാം 2നെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സാം 3 സെഗ്മെന്റ് എനിത്തിങ് മോഡൽ, അതാണ് സാം. അപ്പൊ ഈ സാം 3ൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതിനുവേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ എടുക്കുകയാണെങ്കിൽ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തോ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് കുറെ എഫക്ട്സ് ഉണ്ട്. ഇനി അതുവരെ പോകാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എഡിറ്റ്സ് ആപ്പ് ഉണ്ടല്ലോ, ആ എഡിറ്റ്സ് ആപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ എഫക്റ്റിൽ പോയിട്ട് ഈ ഒരു സെർച്ച് ഓപ്ഷൻ കൊടുത്താലും നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന ഒബ്ജക്റ്റിനെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അയ്യോ, ഇതിന്റെ കൂടെ തന്നെ ഇനിയൊരു ഫീച്ചർ കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അത് കാണണമെങ്കിൽ എന്താണെന്ന് അറിയാലോ. ഇപ്പൊ തന്നെ ഹാക്കർ സ്പീഡിനെ ഫോളോ ചെയ്യും.